കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുൾ ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണ്ണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദിനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പാപനിയായ സ്ത്രീക്ക് ഈശോ നൽകുന്ന വലിയ ആശ്വാസവും പാപമോചനവുമാണ് നമ്മൾ കണ്ടത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഒത്തിരിയേറെ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയും അതുപോലെ തന്നെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ക്ഷതം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അവിടെയൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ ഉണർത്തുവാനും അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുമൊക്കെ സുവിശേഷത്തിലുള്ള ഒരു നല്ല സുവിശേഷ മാതൃകയാണ് പാപിനിയായ സ്ത്രീ. അവളുടെ ജീവിതത്തിലെ പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തായിരുന്നു അവൾക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത. സമൂഹം മുഴുവനും അവളെ പാപിനി എന്ന പേരിലാണ് അവളെ മുദ്ര കുത്തിയത്. സാധാരണ നമുക്കുള്ളതുപോലെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടെങ്കിലും അവൾ അറിയപ്പെട്ടിരുന്നത് ഒരു പാപിനിയാണ്. സമൂഹം അപ്രകാരം അവളെ മാറ്റി നിർത്തിയപ്പോഴും അവൾ തീരുമാനമെടുത്തത്, എന്നെ മനസ്സിലാക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പോകും. അവളുടെ ജീവിതകാലത്ത് ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈശോയുടെ അത്ഭുത കൃത്യങ്ങൾ മനസ്സിലാക്കി കാണാം. അതിനേക്കാളും ഉപരിയായി അവൾ മനസ്സിലാക്കിയത് ഈശോ പാപികളുടെയും ബലഹീനരുടെയും അതുപോലെ തന്നെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെയൊക്കെ അവരുടെ പക്ഷം ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നവനാണ് എന്ന് അവൾ മനസ്സിലാക്കി. വീണ്ടും അവൾ ഒരു വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരികയാണ്. ഈശോയെ എപ്രകാരമാണ് എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നത്? അതിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് അവൾ വളരെ ശക്തിയോടെ ധീരതയോടെ തന്നിലുള്ള തൻ്റെ വലിയ ബോധ്യം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും അവൾ തയ്യാറെടുക്കുകയാണ്. യഹൂദ പ്രമാണിയായ ഒരു ശിമയോൻ്റെ വീട്ടിലെ ഭക്ഷണത്തിന് വരുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും ഒരു അനുവാദവും കൂടാതെയാണ് അവൾ കടന്നു വരിക. കാരണം അവൾക്ക് ഈശോയെ അനുഭവിക്കണം, ഈശോയുടെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ മുഴുവനും പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ള വലിയൊരു ബോധ്യം.
അപ്രകാരമാണ് ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എപ്രകാരം കയറി വരണമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവളതൊന്നും അതൊന്നും വകവയ്ക്കാതെ കയറി വരികയാണ്. ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പാദങ്ങൾ കഴുകി അവളെ ഈശോ അവളെ അനുഗ്രഹിക്കുന്ന സമയത്ത് ശിമയോന്റെ മനോഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. ശിമയോൻ പറയുന്നു, ഇവൾ ഏത് തരക്കാരിയാണ്, ഈ പ്രവാചകനായി ഈശോയ്ക്ക് മനസ്സിലാകുന്നില്ലേ? ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതിന് ശേഷം എന്നിട്ട് പോലും അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വരാതെ വരുമ്പോൾ അവനെ തിരുത്തുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അപ്രകാരമുള്ള ഒരു ജീവിതശൈലി, തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചിട്ടും അനുതാപ കണ്ണുനീരോടുകൂടെ കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവ് ആ ഒരു വലിയ മാനസാന്തരത്തിൽ മനസ്സലിഞ്ഞ് അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. അവളുടെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് പറയുന്ന നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് അവളെ അനുഗ്രഹിച്ച ഈശോയുടെ മുമ്പിൽ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന ആ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. പിന്നീട് ആ സ്ത്രീയെ ഈശോയുടെ കൂടെ നടക്കുന്നതായും കുരിശിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിൽ സമർപ്പിക്കുവാനായിട്ട് സാധിച്ച ഒരു വ്യക്തി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ശിമയോനെ പോലെയൊക്കെയുള്ള മനോഭാവമായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുക. ഈശോയെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടും ഒരു അനുതാപത്തിൻ്റെ ഒരംശം പോലും ഇല്ലാതെ, മനസ്സാന്തരമൊന്നുമില്ലാതെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ജീവിച്ചു തീർക്കുമ്പോൾ, ക്രിസ്തുവിനായി സമർപ്പിക്കാനായിട്ട് നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ മനസ്സിലാക്കണം, ശിമയോൻ്റെ മനോഭാവമാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പാപിനിയായ സ്ത്രീയുടെ മനോഭാവത്തോടുകൂടെ നമ്മൾ ക്രിസ്തുവിനെ സമീപിക്കുമ്പോൾ നമ്മൾ വലിയ ആശ്വാസം കണ്ടെത്തുമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ സമൂലം ഉന്മൂലനം ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പൗലോസ് സ്ലീഹ. അന്നത്തെ കാലത്ത് അത്രമാത്രം യഹൂദ പാരമ്പര്യത്തിൽ വിശ്വസ്തനായിരുന്ന സാവോളിനെയാണ് ഈ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുക. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ അനുചരന്മാരെയും എല്ലാം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുവാനും വീണ്ടും അവരാഗ്രഹിക്കുന്നത് പോലെ എല്ലാം ക്രമീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് പൗലോസ് സ്ലീഹ ഇറങ്ങിത്തിരിക്കുക. പക്ഷെ വഴിമധ്യേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അദ്ദേഹം പറയുന്നത് വലിയ ക്രിസ്തീയ അനുഭവം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന കാര്യം ഇതാണ്, അവൻ്റെ മനോഭാവം ഇതാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അപ്പസ്തോലന്മാരിൽ ഏറ്റവും എളിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വയം എളിമപ്പെടുത്തുന്നത് പൗലോസ് സ്ലീഹ. നമ്മൾ വചനത്തിലൂടെ പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായം മുതൽ പൗലോസ് സ്ലീഹ ആദിമസഭയിൽ ചെയ്ത ഓരോ കാര്യങ്ങളും അപ്രകാരമാണ് ആ സഭ വളർത്തുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വരുന്ന 14 ലേഖനങ്ങൾ എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. കാരണം അത്രമാത്രം സഭയെ വളർത്തുവാനായിട്ട് പരിശ്രമിച്ച അദ്ദേഹം പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ എളിയവനായ വ്യക്തിയാണ്, ഏറ്റവും എളിയവനായൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കർത്താവിനത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം സ്നേഹത്തോടെ കാരുണ്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം. ആ ഒരു വലിയ സ്നേഹം മനസ്സിലാക്കി കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പൗലോസ് സ്ലീഹായുടെ മനോഭാവം നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.